നാടിന്റെ കാവൽക്കാരാണ് കാക്കിയിട്ട പോലീസുകാർ. അവരുടെ അതിക്രമം കാണിക്കുന്ന ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. നെയ്യാറ്റിൻകരയിലുണ്ടായ ഒരു അതിക്രമത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയെ പിടിക്കാൻ ബൈക്കിൽ പോയ പോലീസുകാരെയാണ് ഗുണ്ടാ സംഘം വാഹനം ഇടിച്ചു തെറിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അപകടത്തിൽ SI ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. നെയ്യാറ്റിൻകര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നടരാജ് ഫിനാൻസ് ഉടമ സനൂജിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര സ്റ്റേഷനിലെ SI അക്ഷയ് കുമാർ, പോലീസുകാരായ ആന്റണി, നിതിൻ എന്നിവരാണ് 2 ബൈക്കുകളിലായി പ്രതിയെ പിടിക്കാനെത്തിയത്. മാറനല്ലൂർ വണ്ടൂരിന് സമീപം തേവരക്കോട് അംബേദ്കർ കോളനിക്ക് സമീപത്തെത്തിയപ്പോൾ ഇവരുടെ ബൈക്കിന് നേരെ വാഹനം ഇടിച്ചുകയറ്റുകയായിരുന്നു. 3 പോലീസുകാർക്കും ഗുരുതരമായി പരിക്കേറ്റു. പോലീസുകാർ തേടിയെത്തിയ നടരാജ് ഫിനാൻസിന്റെ ഉടമ സനൂജ് തന്നെയാണ് അതിക്രമം നടത്തിയത്. സ്വർണ്ണപ്പണയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സനൂജിനെതിരെ 4 കേസുകൾ നിലവിലുണ്ട്. വിവിധ വ്യക്തികളിൽ നിന്ന് 4 കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. 2ാം പ്രതി ശ്രീജിത്തിനെ 2 ദിവസം മുൻപ് നെയ്യാറ്റിൻകര പോലീസ് പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തേവരക്കോട്ട് സനൂജ് ഉണ്ടെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് തേടിയെത്തിയ പോലീസിനെ വാഹനത്തിലിരിക്കുകയായിരുന്ന സനൂജ് ഇടിച്ചു തെറിപ്പിച്ച് കടന്നുകളയാൻ ശ്രമിക്കുകയായിരുന്നു. പോലീസുകാരുടെ ബൈക്കുകൾ സനൂജിന്റെ ജീപ്പിനടിയിൽ അകപ്പെട്ടു. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് പോലീസ് കർശന നിരീക്ഷണം തുടങ്ങി. പോലീസിനെ വെട്ടിച്ച് തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് സനൂജ് പിടിയിലായത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.